എന്താടോ പേടിപ്പിക്കുന്ന പോലെ നോക്കുന്നേ? അല്പം ഗൗരവത്തോടെ എന്നാലൊരു ചിരിയോടെയാണ് അവൻ ചോദിച്ചത്. ഒന്നുമില്ല, വെറുതെ. ഒരു പുഞ്ചിരി പകരം നൽകി അവൾ മെല്ലെ ഇറങ്ങി. അവളുടെ മുഖത്തു നിന്നും മിഴികൾ പിൻവലിക്കാൻ സാധിക്കാതെ ഇരുന്നു പോയി അവനും. അവൾ ശ്രദ്ധിക്കുന്നുവെന്ന് തോന്നിയപ്പോൾ മാത്രം ഡോർ അടച്ചു വന്നിറങ്ങി. ഉമ്മറത്ത് തന്നെ മുത്തശ്ശി ഉണ്ടായിരുന്നു. രണ്ടുപേരെയും കണ്ട് ഏറെ സന്തോഷത്തോടെയാണ് ഓടി വന്നത്. മുത്തശ്ശി പതുക്കെ മുട്ടുവേദന കൂട്ടാതെ സരിയു ആദ്യോടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കവറുകൾ എടുക്കാൻ അവൾ മിഥുനെ സഹായിച്ചിരുന്നു. അപ്പോഴേക്കും മുത്തശ്ശി അരികിലേക്ക് വന്നു. ഞാൻ എടുക്കാം കുട്ടിയെ. വേണ്ട മുത്തശ്ശി, ഇത് ഞങ്ങൾക്ക് എടുക്കാനുള്ളതേ ഉള്ളൂ. മിഥുനാണ് മറുപടി പറഞ്ഞത്. നിങ്ങൾ ഇന്ന് എത്തുന്ന കാര്യമൊന്നും പറഞ്ഞുകൂടിയില്ലല്ലോ കുട്ടി. മുത്തശ്ശി പരാതി പറഞ്ഞു. മനഃപൂർവ്വം പറയാതിരുന്നാണ് മുത്തശ്ശിയെ. പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടി വരില്ലേ? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അതുകൊണ്ടൊരു സർപ്രൈസ് ആയിട്ട് ഇവിടേക്ക് വരാമെന്ന് കരുതി. മിഥുൻ പറഞ്ഞു. കേറി വരൂ കുട്ടിയോളെ. സന്തോഷത്തോടെയാണ് മുത്തശ്ശി അകത്തേക്ക് ക്ഷണിച്ചത്. രാഘവൻ ഇവിടെയില്ല, കവലയിലേക്ക് പോയിരിക്കുക. ഇനി കുറേ നേരം കഴിഞ്ഞിട്ടേ വരൂ. കുഞ്ഞാണെങ്കിൽ പള്ളിക്കൂടത്തിൽ നിന്ന് എത്തിയിട്ടുമില്ല. അവൾക്ക് വലിയ സന്തോഷമാവൂട്ടോ നിങ്ങളെ കാണുമ്പോൾ. സുധ മരുന്ന് കഴിച്ചിട്ട് ഉറക്ക. ഒറ്റ ശ്വാസത്തിൽ മുത്തശ്ശി എല്ലാവരെയും കുറിച്ച് പറഞ്ഞു. ഞാൻ അമ്മയൊന്ന് കാണട്ടെ. മിഥുൻ്റെ മുഖത്തേക്ക് നോക്കി സരിയു പറഞ്ഞു. ചെല്ല്, ഞാൻ അപ്പോഴേക്കും മുത്തശ്ശിയോട് കുറച്ച് നേരം ലാത്തി അടിക്കാം. അവൻ്റെ അപരിചിതത്വമില്ലാത്ത ആ പെരുമാറ്റം അവളിൽ നിറച്ചത് വലിയ സന്തോഷം തന്നെയായിരുന്നു. സമ്മതമായൊന്ന് തലയാട്ടി ചിരിയോടെ അകത്തേക്ക് കയറി. മുറി തുറന്നപ്പോൾ തന്നെ അമ്മ നല്ല ഉറക്കമാണെന്ന് മനസ്സിലായി. മരുന്നും കഴിച്ചിട്ടുണ്ട്. ഉറക്കമാണ്. ഇനി ഉണരണമെങ്കിൽ ഒരു 4:30 അടുക്കും. അമ്മ ഉണർന്ന് അമ്മയെ കണ്ടിട്ട് പോകാമെന്ന് മിഥുനോട് പറയണമെന്ന് തീരുമാനിച്ചാണ് അവൾ മുറിയിൽ നിന്നും ഇറങ്ങിയത് തന്നെ. അപ്പോഴേക്കും മുത്തശ്ശിയും മിഥുനുമായി നല്ല സംസാരമായി. മിഥുൻ എന്തോ പറയുന്ന കേട്ട് മുത്തശ്ശി മോണ കാട്ടി പൊട്ടിച്ചിരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവൾക്കും അത്ഭുതം തോന്നി. നിങ്ങൾ കഴിച്ചിട്ടാവില്ലേ വന്നത്? സരീവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് മുത്തശ്ശി അത് ചോദിച്ചത്. ഇല്ല, ഞങ്ങൾ ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. മിഥുനാണ് മറുപടി പറഞ്ഞത്. ഒരു നിമിഷം ദയനീയമായി മുത്തശ്ശി സരീവിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം സരീവിന് മാത്രം മനസ്സിലായി. കണ്ണേണ്ടിയിരിക്കും കേട്ടോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ദാഹിച്ചു വന്നതല്ലേ, മുത്തശ്ശിയും കൂടി വാ. പെട്ടെന്ന് സരിയു അവരെ വിളിച്ചു. സരിവിനോടൊപ്പം മുത്തശ്ശിയും അടുക്കളയിലേക്ക് ചെന്നിരുന്നു. എൻ്റെ കുട്ടിയെ ഒന്ന് വിളിച്ചിട്ട് വന്നൂടെ നിനക്ക്? ഇവിടെ ഒന്നുമില്ല. രാഘവനാണെങ്കിൽ ജോലി ആയിട്ടില്ലല്ലോ. രാവിലെ കുഞ്ഞിക്ക് പൊതി വെച്ചതുണ്ട്. വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി, കൂടെ മാങ്ങാ ചമ്മന്തിയും മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാ ആ കുട്ടിക്ക് കൊടുക്കുക? അത്രയും വലിയ ആള് അതൊക്കെ കഴിക്കോ? നീ ഒന്ന് പറയാച്ചാ. മുത്തശ്ശി എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒന്ന് കാട്ടി കൂട്ടിയേനെ. നീ ഇപ്പം എന്താ ചെയ്യുക? വേദനയോടെ അവർ പറഞ്ഞു. എപ്പോഴാ വരുന്നതെന്ന് അറിയാത്തതുകൊണ്ടാ മുത്തശ്ശി ഞാൻ വിളിച്ചു പറയാണ്ടിരുന്നത്. പിന്നെ കണ്ണേട്ടൻ പറഞ്ഞു വിളിച്ചു പറയണ്ടെന്ന്. എന്തെങ്കിലുമൊക്കെ അച്ഛൻ വാങ്ങി വെക്കുമല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാനും ഓർത്തു വേണ്ടെന്ന്. കടം വാങ്ങിയ അച്ഛൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ വാങ്ങി വെച്ച് അഥവാ കണ്ണേട്ടൻ ഇവിടെ നിന്നൊന്നും കഴിക്കാതെയാണ് പോകുന്നതെങ്കിൽ അതൊരു സങ്കടാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഞാൻ വിചാരിച്ചില്ല കണ്ണേട്ടൻ ഇവിടെ ഒന്ന് കഴിക്കാതിരിക്കുകയാണെന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സാരമില്ല, കുറച്ച് നേരം മുത്തശ്ശി ആളോട് സംസാരിക്കുക. അപ്പോഴേക്കും ഞാൻ എന്തായാലും ഉണ്ടാക്കിക്കോളാം. ആ സമയം കൊണ്ട് കണ്ണനോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതി. എന്നാലും കുട്ടി വന്ന ക്ഷീണം മാറുന്നതിന് മുമ്പ് ജോലി ചെയ്യാന്ന് വെച്ചാൽ അതൊന്നും സാരമില്ല മുത്തശ്ശി. ഞാനിവിടെ അതിഥിയാണോ? ഇപ്പം എത്ര ദിവസമായി എന്തെങ്കിലും ചെയ്തിട്ടെന്നറിയോ? ഞാൻ ആദ്യം പൂവാലി ഒന്ന് കാണട്ടെ. അപ്പോഴേക്കും മുത്തശ്ശി ഇത്തിരി പച്ചമുളക് ഇഞ്ചിയും ചതച്ചു വെക്ക്. ഞാൻ വന്നിട്ട് സംഭാരം ഉണ്ടാക്കാം. ആൾക്ക് ഒരുപാട് എരിവൊന്നും ഇഷ്ടമല്ല. അവൾ നേരെ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി. തൊഴുത്തിലേക്കാണ് നടന്നു ചെന്നത്. തന്നെ കണ്ടതും നീട്ടി ഒരു അമറാമറി പൂവാലി ഓടി അടുത്ത് ചെന്നപ്പോഴോ തന്നെ തൊട്ടുരുമയൊക്കെ സ്നേഹം പങ്കുവെക്കുന്നുണ്ടായിരുന്നു ആ മിണ്ടാപ്രാണി. എത്ര കാലം താൻ നോക്കി വളർത്തിയാണ്. കുറച്ചു ദിവസം തന്നെ കാണാതിരുന്ന സ്നേഹമാണ് ആ കണ്ണുകളിൽ നിൽക്കുന്നത്. അലിവോടെ അവളെയും കിടാവിനെയും ഒന്ന് തഴുകിയാണ് അകത്തേക്ക് കടന്നത്. കൈയൊക്കെ നന്നായി കഴുകി അവന് വേണ്ടി സംഭാരം ഒരുക്കി. അതുമായി ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ ആളകത്ത് കയറി ഇരിപ്പുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആരൊക്കെയോ എത്തി നോക്കുന്നത് കാണാം. ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? സരീവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. കാറ് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലും വരുമായിരിക്കും. ഇവിടെയുള്ളവരും സിനിമയൊക്കെ കാണും. അല്പം തമാശയോടെയാണ് സരിയു പറഞ്ഞത്. ഓഹോ, ഇവിടെ ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ടോ ഒരുപാട് വട്ടം. ഇവിടുത്തെ നാട്ടുകാരൊക്കെ നല്ല സ്നേഹമുള്ളവരാണെന്നറിയാം. എങ്കിലും ഇവിടെ ഇപ്പം ആള് കൂടിയാൽ അതൊരു ബുദ്ധിമുട്ടാകില്ലേ? ഇത് കുടിച്ചാട്ടെ. സംഭാരം കുടിക്കോ? പൊതുവെ കുടിക്കാറില്ല.
പക്ഷെ തരുന്നത് താനായതുകൊണ്ട് കുടിക്കാം. കണ്ണുകളിൽ ഒളിപ്പിച്ച പ്രണയത്തോടെ അവൻ പറഞ്ഞു. താൻ എന്തുണ്ടാക്കിയാലും അപ്പാര ടേസ്റ്റാണ് കേട്ടോ. കളിയാക്കിയതാണോ? അല്ലെന്നേ, കാര്യമായിട്ടാക്കിയതാണ്. ചെറു ചിരിയോടെ അവൻ പറഞ്ഞു. അമ്മ അറിഞ്ഞില്ലേ നമ്മൾ വന്നത്? അവൻ ചോദിച്ചു. അമ്മയ്ക്കൊരു കഷായമുണ്ട്, അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം ഉറങ്ങും. എനിക്ക് അമ്മയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഉണർന്ന് അമ്മയെ കണ്ടിട്ട് പോവാം, മിഥുൻ പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളവും നിറഞ്ഞു. അവൻ്റെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞത് അവൾ അറിയുന്നുണ്ടായിരുന്നു. സീലിംഗ് ഫാൻ ഇല്ല. അവൾ ഒരു സ്റ്റൂളെടുത്ത് അതിൽ ടേബിൾ ഫാൻ വെച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണേറ്റിന് ബുദ്ധിമുട്ടായില്ലേ? ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോടൂ? നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യണ്ടേ? അതാണ് സ്നേഹം. അപ്പോൾ ഞാൻ പ്രിയപ്പെട്ട ആളാണെന്നർത്ഥം. അവളുടെ ആ ചോദ്യത്തിൽ ഒരു നിമിഷം അവന് മറുപടി പറയാൻ ഉണ്ടായിരുന്നില്ല. അത്രമേൽ പ്രിയപ്പെട്ടതാണെന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ വാക്കുകൾ പുറത്തു വന്നില്ല. അപ്പോഴേക്കും മുത്തശ്ശി എത്തി. പിന്നെ മുത്തശ്ശിയുടെ സംസാരം കേട്ടുകൊണ്ട് അവനിരുന്നു. എങ്കിലും കണ്ണുകളിടയ്ക്ക് ആ പ്രിയപ്പെട്ടവളെ തിരഞ്ഞു. സരിയു അടുക്കളയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ കടുമാങ്ങാച്ചാർ ഇരിപ്പുണ്ട്. പെട്ടെന്ന് തൊടിയിലേക്ക് ഇറങ്ങി ഒരു വാഴക്കൂമ്പ് പിടിച്ചെടുത്തു. പെട്ടെന്ന് തന്നെ അത് ഒതുക്കിയെടുത്ത് അടുപ്പിൽ വച്ച് വേവിച്ച് ഒരു തോരനാക്കി. വേറെന്താ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചപ്പോഴാണ് മുറ്റത്തെ മാവിൽ നിൽക്കുന്ന മാങ്ങ അവളുടെ കണ്ണിലൊടുക്കിയത്. ഒരു നിമിഷം ലക്ഷ്മി പറഞ്ഞ വാക്കുകൾ മനസ്സിലേക്ക് വന്നു. കണ്ണമ്മോനെ, മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. വലിയ സന്തോഷത്തോടെയാണ് അവളത് പറിക്കാനായി എത്തിയത്. മുകളിലാണ് മാങ്ങ കിടക്കുന്നത്. അവിടെ കിടന്നൊരു കമ്പെടുത്തത് പറിക്കാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. പരിസരം മുഴുവൻ വീക്ഷിച്ച് ചെറിയൊരു കല്ലിൻ്റെ മുകളിലേക്ക് കയറി നിന്ന് കമ്പ് കൊണ്ട് മാങ്ങ പറിച്ചു. താഴെ വീണപ്പോൾ വലിയ സന്തോഷം തോന്നിയെങ്കിലും ആ നിമിഷം തന്നെയായിരുന്നു അവൾ ആ കല്ലിൽ നിന്നും താഴേക്ക് വീണതും. വലിയൊരു അലർച്ച കേട്ടുകൊണ്ടാണ് മുത്തശ്ശിയും മിഥുനും ഓടി വരുന്നത്. വന്നപ്പോൾ താഴെ കിടക്കുന്ന സരീവിനെയാണ് കണ്ടത്. ഹേയ്, എന്തുപറ്റി? അവൻ ഓടി അവൾക്ക് അരികിലേക്ക് വന്നു. എന്താടോ, എന്തുപറ്റി? അവൻ ആവലാതിയോട് ചോദിച്ചു. ഞാനൊന്ന് വീണതാണ് കണ്ണേട്ടാ. കാലിൽ പെട്ടെന്ന് നീര് വയ്ക്കുന്നുണ്ടല്ലോ കുട്ടിയെ, ഇടറിയെന്ന് തോന്നണു. മുത്തശ്ശി കാലിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. മിഥുൻ അവളെ പിടിച്ച് കാല് നിലത്ത് കുത്താൻ നോക്കി. പക്ഷെ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പറ്റുന്നില്ല കണ്ണേട്ടാ. ദയനീയതയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൻ്റെ ഹൃദയം നൊന്തു. പിന്നെ മിഥുൻ ഒന്നും നോക്കിയില്ല, അവളെ കോരിയെടുത്തു. അവൻ്റെ ചൂട് നിശ്വാസം മുഖത്തടിച്ചപ്പോൾ ഒരു നിമിഷം സരീവിൻ്റെ നെഞ്ചിൽ കൂടി ഒരു മിന്നൽ പിണർ കടന്നുപോയി. മിഴികൾ തമ്മിൽ കോർത്തുപോയി. അവളുടെ കണ്ണുകളിൽ അവിശ്വസനീയതയുടെ ഒരു തിരിനാളം എരിഞ്ഞു നിൽക്കുന്നത് അവൻ അറിഞ്ഞിരുന്നു. അത് മുഖവിലക്കെടുക്കാതെ അവൻ അവളെ ഒന്ന് തിരുത്തി. ആ നിമിഷമാണ് രാഘവനും അവിടേക്ക് കയറി വന്നത്. അയ്യോ, എന്തു പറ്റി മോളെ? ഈ കാഴ്ച കണ്ടുകൊണ്ട് വന്ന രാഘവൻ അവർക്ക് അരികിലേക്ക് വന്നു. ഒന്നുമില്ല രാഘവ, കാലൊന്ന് ഇടറിയെന്ന് തോന്നണു. മുത്തശ്ശിയാണ് മറുപടി പറഞ്ഞത്. ഹോസ്പിറ്റലിൽ പോവാം. അവളുടെ മുഖത്തേക്ക് നോക്കി മിഥുൻ ചോദിച്ചു. ഇവിടെ ആശുപത്രിയിൽ പോകാൻ ഒരുപാട് ദൂരമുണ്ട് മോനെ. മാത്രല്ല കുട്ടിയുടെ കാലിടറിയ സ്ഥിതിക്ക് നീര് വയ്ക്കാൻ സാധ്യതയുണ്ട്. ഞാൻ തൽക്കാലം അപ്പുറത്തുള്ള വൈദ്യൻ്റെ വീട്ടിൽ പോയിട്ട് വരാം. അയാളോട് കാര്യം പറഞ്ഞ് എന്തെങ്കിലും മരുന്ന് വാങ്ങിയിട്ട് വരാം. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് നാട്ടുവൈദ്യം തന്നെയാണ് നല്ലത്, രാഘവനാണ് പറഞ്ഞത്. ഞാനും കൂടി വരാം. അച്ഛൻ ഒറ്റയ്ക്ക് പോണ്ട. വേണ്ട മോനെ, ഞാൻ ഓടി വരാം. അതും പറഞ്ഞ് രാഘവൻ പുറത്തേക്ക് ഇറങ്ങി. കാല് തൂക്കിയിടാതിരിക്കെ കുട്ടിയെ, മുത്തശ്ശിയാണ് പറഞ്ഞത്. അതനുസരിച്ച് മിഥുൻ തന്നെയാണ് അവളുടെ കാലൊരു കസേരയുടെ മുകളിലേക്ക് എടുത്തു വെച്ചത്. കാലിന് നീര് കയറുന്നത് ഒരു ഭയത്തോടെ മിഥുൻ നോക്കിക്കണ്ടു. കാരണം അവനതൊക്കെ പുതിയ കാഴ്ചകളായിരുന്നു. അവൻ്റെ മുഖത്തെ ആവലാതി കണ്ടിട്ട് എന്നതുപോലെ മുത്തശ്ശി പറഞ്ഞു. ചെറിയ കാര്യം കുട്ടിയെ, ഒരു ദിവസത്തിന് ശേഷം ശരിയായിക്കോളും. ഹോസ്പിറ്റലിൽ പോകുന്നതായിരുന്നു നല്ലത്, മിഥുൻ പറഞ്ഞു. ഇവിടെ അതുവരെ ഒരുപാട് ദൂരമുണ്ട് കുട്ടിയെ. അപ്പോഴേക്കും കാലിൽ നല്ല പോലെ നീരാവും. നിലത്ത് കുത്താൻ പറ്റില്ല. രാമൻ വൈദ്യരെന്ന് വെച്ചാൽ നല്ല കൈപ്പുണ്യമുള്ള ആളാ. എല്ലാവർക്കും ആയുർവേദം പുച്ഛമാണ്. പക്ഷേ അല്പം പതുക്കെയാണെങ്കിലും നന്നായി പിടിക്കണത് അത് തന്നെയാണ്. ഇപ്പം രാഘവൻ എന്തെങ്കിലും മരുന്ന് കൊണ്ടുവരും. അതോടെ കുട്ടിയുടെ കാലിലെ നീരൊക്കെ മാറും. പേടിക്കാതിരിക്കെ, മുത്തശ്ശി പറഞ്ഞു. എനിക്ക് കുറച്ച് വെള്ളം വേണം മുത്തശ്ശി. സരയു പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശി വെള്ളം എടുക്കാൻ വേണ്ടി പോയി. അവളുടെ മുഖത്തേക്ക് അലിവോടെയാണ് മിഥുൻ നോക്കിയത്. എങ്ങനെയാ താൻ വീണത്? ഇപ്പം എന്താ മാങ്ങ തിന്ന ഒരു മോഹം? അല്പം പരിഭവത്തോടെ തന്നെ അവൻ ചോദിച്ചു. മാങ്ങ എനിക്ക് കഴിക്കാൻ വേണ്ടി ആയിരുന്നില്ല. കണ്ണേട്ടിന് മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമാണെന്ന് ലക്ഷ്മി അമ്മ പറഞ്ഞു. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് കരുതിയാണ്. ഒരു നിമിഷം അവളുടെ ആ വെളിപ്പെടുത്തലിൽ അവനും അത്ഭുതപ്പെട്ടു.
തനിക്ക് പ്രിയപ്പെട്ട വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയാണോ അവൾ ഈ സാഹസത്തിന് ഒരുങ്ങിയത്? അതറിഞ്ഞ നിമിഷം ഒരേ സമയം അവൻ്റെ ഉള്ളിൽ സന്തോഷവും വേദനയും നിറഞ്ഞു. ഈ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നോ താൻ ഇത്ര ബുദ്ധിമുട്ടിയത്? അത്ഭുതത്തോടെ ചോദിച്ചവൻ. അപ്പോഴേക്കും വാതിൽക്കൽ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരാൾ എത്തി. ഒപ്പം രാഘവനും. അതാണ് വൈദ്യനെന്ന് അവന് തോന്നിയിരുന്നു. അയാൾ തന്നെ അത്ഭുതത്തോട് നോക്കുന്നത് കണ്ടപ്പോൾ ആ അവസ്ഥയിലും അവന് ചിരിയാണ് വന്നത്. അയാൾ സരയുവിൻ്റെ കാലുകളിൽ പിടിച്ചു നോക്കുകയും ഞെക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ നിമിഷം തന്നെ അവളുടെ മുഖം ചുളിയുന്നതും വേദനകൾ കണ്ണുകളിൽ നിറയുന്നതും ഒക്കെ അവൻ കണ്ടു. ആ വേദന അവനിലും നിറഞ്ഞു. ഇത്രമേൽ തീവ്രമായി മാറിയോ ഇത്ര പെട്ടെന്ന് ഈ ഒരു അനുരാഗമെന്ന് അവനും ചിന്തിച്ചു പോയി. അവളുടെ വേദനയിൽ അവളേക്കാൾ കൂടുതൽ താൻ വേദനിക്കുന്നുണ്ടെങ്കിൽ, അവളുടെ നോവുകൾ അവളേക്കാൾ കൂടുതൽ തന്നെ നൊമ്പരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അതാണല്ലോ യഥാർത്ഥ പ്രണയം. അതിൻ്റെ ആഴവും പരപ്പും അറിയുകയായിരുന്നു ആ നിമിഷം അവനും. ചെറുതായിട്ടൊന്ന് ഇടറി. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നേരത്തോട് നേരമാകുമ്പോൾ മാറിക്കോളും. ഇന്ന് മുഴുവൻ കാല് തൂക്കിയിടാതെ വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാനൊരു 4 മണിക്കൂർ കൂടുമ്പോൾ തേച്ച് പിടിപ്പിക്കാൻ തൈലം തരാം. അത്രയും ചെയ്താൽ മതി, വൈദ്യര് പറഞ്ഞു. അതോടൊപ്പം തന്നെ രാഘവൻ്റെ കയ്യിലേക്ക് ഒരു തൈലവും കൊടുത്തു. കാശ് ഞാൻ അവിടെ കൊണ്ട് തരാം. രാഘവൻ മിഥുൻ കേൾക്കാതെയാണ് പറഞ്ഞതെങ്കിലും അവനത് കേട്ട ഉടനെ തന്നെ അവൻ്റെ പോക്കറ്റിൽ നിന്നും വാലറ്റ് എടുത്തു. അതിൽ നിന്നും 3 2000-ൻ്റെ നോട്ടെടുത്ത് വൈദ്യർക്ക് നേരെ നീട്ടി. അത് കണ്ടതും അയാളുടെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു. ഇത്രയായിട്ടില്ല, അയാൾ പറഞ്ഞു. സാരമില്ല, ഇരിക്കട്ടെ, ഇവിടെ വരെ വന്നതല്ലേ. വീണ്ടും പോവാതെ മിഥുൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന വൈദ്യനെ കണ്ടുകൊണ്ട് ചെറു ചിരിയോടെ മിഥുൻ ചോദിച്ചു, ഇനി എന്തെങ്കിലും മരുന്നുണ്ടോ? അതല്ല, ഒരു ഫോട്ടോ പേരക്കുട്ടികളെ കാണിക്കാനാ. തൻ്റെ കയ്യിലിരുന്ന സ്മാർട്ട് ഫോൺ ഉയർത്തി കാണിച്ച് വൈദ്യരത് പറഞ്ഞപ്പോൾ അറിയാതെ മിഥുൻ ചിരിച്ചു പോയിരുന്നു. എങ്കിലും ഉള്ളിലൊരു നൊമ്പരം നിറഞ്ഞു നിന്നു. ജനങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ. നമ്മുടെ വിഷമങ്ങളൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല. സ്മാർട്ട് ഫോൺ എന്ന് പറയാൻ പോലും പറ്റാത്ത ഐറ്റലിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞ ക്യാമറയിൽ അയാൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴും മിഥുൻ്റെ ഉള്ളിൽ നിറയെ സരീവിൻ്റെ മുഖമായിരുന്നു. ഫോട്ടോയും കാശും എല്ലാം കിട്ടിയ സന്തോഷത്തോടെ അയാൾ മടങ്ങിയപ്പോൾ അവളുടെ അരികിലേക്ക് എത്താനായിരുന്നു മിഥുൻ്റെ തിരക്ക്. അപ്പോഴേക്കും മുത്തശ്ശി കാല് തിരുമ്മി തുടങ്ങിയിരുന്നു. വേദന കൊണ്ട് ഇടയ്ക്കിടെ അവളുടെ മുഖത്ത് പല ഭാവം നിറയുന്നുണ്ട്. മോനതൊക്കെ ഒരു ബുദ്ധിമുട്ടായി അല്ലേ? രാഘവനാണ് ചോദിച്ചത്. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ അച്ഛാ? നമ്മൾ നേരത്തെ കൂട്ടി കാണുന്നൊന്നും അല്ലല്ലോ ഇത്. അപകടങ്ങളൊക്കെ സംഭവിച്ചു പോകുന്നതല്ലേ. മാത്രമല്ല സരയു എനിക്കിഷ്ടപ്പെട്ട ഒരു വിഭവത്തിന് വേണ്ടി വാങ്ങിയ പണിയാണിത്. അതൊക്കെ പോട്ടെ, കുട്ടികളൊന്നും കഴിച്ചില്ലല്ലോ. ചോറെടുത്തിട്ട് വരാൻ ഞാൻ, മുത്തശ്ശിയാണ് പറഞ്ഞത്. കുറച്ച് കഴിയട്ടെ മുത്തശ്ശി, മിഥുൻ പറഞ്ഞു. ഒരു നിമിഷം അവർക്ക് സംസാരിക്കാൻ എന്തെങ്കിലും കാണുമെന്ന് ഓർത്താണ് രാഘവനും മുത്തശ്ശിയും അവിടെ നിന്ന് മാറിക്കൊടുത്തത്. അവൾക്കരികിലേക്കിരുന്ന് ആ മുഖത്തേക്ക് നോക്കി ഏറെ ആർദ്രമായി അവൻ ചോദിച്ചു, നല്ല വേദനയുണ്ടോ? ഏയ് സാരമില്ല. അച്ഛൻ പറഞ്ഞ പോലെ കണ്ണേട്ടൊരു ബുദ്ധിമുട്ടായല്ലോ എന്നുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അച്ഛനോട് പറയാനുള്ളതേ തന്നോടും പറയാനുള്ളൂ. ബുദ്ധിമുട്ടല്ലടോ, സങ്കടമാണ് തോന്നുന്നത്. ആ സമയം കൊണ്ട് മുത്തശ്ശി മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. മാമ്പഴപ്പുളിശ്ശേരിയുടെ ഗന്ധം ഉമ്മറക്കോലായിൽ വരെ എത്തി. അത് കൃത്യമായി മിഥുൻ്റെ നാസികയുടെ ഉള്ളിലേക്ക് ഇരച്ചു കയറുകയും ചെയ്തു. കുറേ കാലങ്ങൾക്ക് മുൻപുള്ളൊരു വൈകുന്നേരമാണ് അവൻ ഓർമ്മ വന്നത്. അമ്മയ്ക്കൊപ്പം കളി പറഞ്ഞ് മാമ്പഴപ്പുളിശ്ശേരിയും ചോറും കഴിക്കുന്ന ഒരു ചിത്രം. നിറം മങ്ങിപ്പോയൊരു ചിത്രം. എന്നാൽ ഇപ്പോൾ വീണ്ടും മങ്ങിത്തുടങ്ങിയ നിറങ്ങൾക്കൊക്കെ ചെറിയ തെളിച്ചം വന്നിട്ടുണ്ട്. ഇത് ജീവിതത്തിൽ തനിക്ക് വരുന്ന വസന്തമാണോ എന്ന് ഓർത്തുപോയവൻ. കഴിക്കാൻ എടുക്കട്ടെ കുട്ടികളെ? മുത്തശ്ശി വന്ന് ചോദിച്ചു. സരീവിന് ഇങ്ങോട്ട് കൊണ്ടിരുന്നല്ലേ കഴിക്കാൻ പറ്റൂ. കാല് തൂക്കിയിരിക്കേണ്ടെന്നല്ലേ വൈദ്യര് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ നിന്ന് കഴിക്കാം, മിഥുൻ പറഞ്ഞപ്പോൾ മുത്തശ്ശിയുടെയും രാഘവൻ്റെയും മനസ്സ് നിറഞ്ഞു. അന്ന് പതിവില്ലാതെ മിഥുൻ നന്നായി ചോറ് കഴിച്ചു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നാടൻ രുചി. കുറേ നാളുകളായി തന്നെ തൻ്റെ ഡയറ്റിൽ ജ്യൂസും ചപ്പാത്തിയും ഒക്കെയാണ് ഉച്ചനേരം വാഴുന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു നാടൻ കാലം അവന് ഓർമ്മ വന്നു. മുത്തശ്ശിയുടെ കൈപുണ്യത്തെ അവൻ ആവോളം പുകഴ്ത്തിയപ്പോൾ ആ ചുളിവ് വീണ മുഖത്തൊരു തെളിച്ചം വരുന്നത് കണ്ടു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം കുഞ്ഞിയും എത്തി. രണ്ടുപേരെയും കണ്ട് വലിയ സന്തോഷമായിരുന്നു അവൾക്ക്. എങ്കിലും സരീവിൻ്റെ വേദന അവളുടെ മനസ്സ് വേദനിപ്പിച്ചു. അവൾക്ക് മിഥുൻ ഒരു കൗതുകം തന്നെയായിരുന്നു. താൻ ഒരുപാട് ആരാധിച്ചൊരു നടൻ. ചേച്ചിയുടെ ഭർത്താവാണെങ്കിൽ പോലും ഇത്ര കാലം അങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പോഴേക്കും മിഥുൻ മറ്റൊരാളായി മാറി. ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ. ഏലയ്ക്കാ മണമുള്ള ചായയുമായി വൈകുന്നേരം മുത്തശ്ശി എത്തിയപ്പോൾ സരി ഉറക്കമാണെന്ന് പോലും അറിയുന്നത് ക്ഷീണം കൊണ്ടായിരിക്കുമെന്ന് അവനും തോന്നി.
ആ സമയത്ത് അവൻ മുറിയിലേക്ക് പോയി അമ്മയെ കണ്ടു. അമ്മയോട് സരയു വീണ കാര്യങ്ങളെല്ലാം അവൻ പറയുകയും ചെയ്തു. ഒന്നും മറുപടി പറഞ്ഞില്ലെങ്കിലും എല്ലാം മനസ്സിലാകുന്നുണ്ടെന്ന് ആ മുഖത്ത് നിന്ന് മിഥുന് മനസ്സിലായി. കൈ പിടിച്ചാണ് അവൻ സംസാരിച്ചത്. ജീവിത പ്രയാസങ്ങൾ കൊണ്ടൊക്കെ നിറം മങ്ങിപ്പോയൊരു വീടിന് നിറച്ചാർത്ത് കൊടുക്കാൻ അവന് സാധിച്ചു. സരയുവിൻ്റെ അരികിലേക്ക് നിന്നു. അപ്പോഴാണ് മാനേജറുടെ കോള് വന്നത്. നാളൊരു പ്രസ് മീറ്റ് ഉണ്ട്, ഒരു സിനിമയുടെ പ്രമോഷൻ ഭാഗമായി. അതിനെപ്പറ്റി ചോദിക്കാനാണ് വിളിച്ചത്. തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. എനിക്കിപ്പോൾ ഇന്ന് വരാൻ പറ്റുമോ? സരയു ചോദിച്ചു. താനിപ്പോൾ ഇന്ന് വരണ്ട, ഞാൻ പോയിട്ട് നാളെ വൈകുന്നേരം വരാം. അപ്പോൾ കണ്ണേട്ടൻ പോവാണോ? ആ ചോദ്യം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ. ചോദിച്ചത് അബദ്ധമായോ എന്ന മട്ടിൽ അവൾ മുഖം താഴ്ത്തിക്കളഞ്ഞു. കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റാ.